ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർലമെന്റ് വിളിച്ചു ചേർക്കാനാണ്. വരുന്ന ദിവസങ്ങളിൽ അതിന്റെ പ്രതികരണം പ്രതീക്ഷിക്കാം. അതിനപ്പുറത്ത് ഇപ്പോൾ സൈനികമായ നടപടികളിലേക്ക് പോകുന്നതിനെ രാജ്യം ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കില്ലേ? അക്കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമുണ്ടോ? ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണല്ലോ. സൈനിക നടപടി അല്ലെങ്കിൽ ഏത് നടപടി ഈ ആക്രമണത്തിനെതിരായിട്ട് ഇന്ത്യ സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ഈ സർക്കാരിനാണ്. ആ സർക്കാർ അവരുടെ വിവേകത്തിനനുസരിച്ച് എടുക്കുന്ന നടപടിയെ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ പാർട്ടികളും അതിനെ പിന്തുണയ്ക്കാൻ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നടപടികൾ എത്രയും പെട്ടെന്ന് പറയുമ്പോൾ അവർ നിർണ്ണയിക്കുന്ന ഏറ്റവും ഫലപ്രദമായ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയത്ത് അത് നടത്തുക തന്നെ വേണം. അതിന് ഒന്നും ആർക്കും യാതൊരു എതിർപ്പുള്ളതല്ല തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ പ്രശ്നം വെച്ചാൽ ഈ നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ ഓതൻറ്റിക്കായിട്ടൊരു വാർത്ത ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടന്നൊരു യോഗത്തിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള സ്പെക്കുലേഷൻ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് റിപ്പോർട്ടിങ്ങിൽ നിന്ന് നമുക്കിതൊക്കെ വായിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ പുൽവാമയെ കുറിച്ചുകൂടെ സൂചിപ്പിക്കണ്ടേ. പുൽവാമ കഴിഞ്ഞപ്പോഴത്തേക്ക് 2019 ഫെബ്രുവരി 14 നടക്കുന്നത്. 2016 ഫെബ്രുവരി 16 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അതൊരു ഇലക്ഷൻ റാലിയിൽ വെച്ചായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യമുണ്ട്. അപ്പോൾ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിന് തിരിച്ചടിക്കാനുള്ള മുഴുവൻ അധികാരവും സൈന്യത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് രാജ്യത്തോട് പറയുകയുണ്ടായി. അത് പറഞ്ഞ വേദിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ അത് പറയുകയുണ്ടായി. പക്ഷെ അത് നടന്നില്ല. ഇവിടെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു കാരണം ഒരു 20-21 വർഷങ്ങൾക്കുള്ളിൽ നടക്കുന്ന ആദ്യത്തെ ഒരു സിവിലിയൻ നേരത്തെ നടക്കുന്ന ആക്രമണമാണ് ജമ്മു കാശ്മീർ നടക്കുന്നത്. അത് ഇത്രയും വലിയൊരു തോതിൽ അത്രയും വലിയൊരു സിവിലിയൻ ആക്രമണം നടന്നത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണ്. ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇത്രയും വലിയൊരു ആക്രമണം നടന്നതിന് ശേഷം, കാരണം ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇന്ത്യയുടെ മാത്രമല്ല വിദേശത്ത് തന്നെയുള്ള പല ആൾക്കാരും വന്ന് ആ കാഷ്വാലിറ്റി മുഴുവൻ അത്തരത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ അരക്ഷിതാബോധം ഉണ്ടാക്കുന്ന രീതിയിലാണെന്നുള്ളതാണ്. ഉറിയും പത്താൻകോട്ടും പുൽവാമയും എല്ലാം സൈന്യത്തിന് നേരെയായിരുന്നു. അപ്പോൾ സൈന്യത്തിന് നേരെ നടന്ന ആക്രമണത്തിന് മറ്റൊരു തലമുണ്ട്. മറ്റ് സിവിലിയൻസിന് നേരെ നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇത് മാത്രമല്ല, ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയം ഇതിനകത്ത് പാകിസ്ഥാൻ എടുത്ത ഒരു എന്താ പറയുക ഒരു കവേർട്ടായിട്ടുള്ള അതിനെ വർഗീയമാക്കി ചേരിതിരിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നടത്തിയ ശ്രമം, ആ ശ്രമം കാശ്മീരിന് പുറത്തേക്ക് പലയിടത്തും ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രതിഫലനം ഉണ്ടാക്കുന്നുള്ളതും അത് ആ ഒരു മതസമൂഹത്തിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് മാറുന്നു. അത് ഓഫ്ലൈൻ പലരുടെയും വീടുകളും കടകളും തകർക്കുന്നതുൾപ്പെടെ അല്ലെങ്കിൽ ഓൺലൈൻ സമൂഹ മാധ്യമങ്ങൾ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ പോകുന്നു എന്നുള്ളതറിയാം. ഇപ്പോൾ ബഹുമാനായ മേജർ രവി ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു മേജർ എന്നുള്ള നിലയ്ക്കാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിൽ പോലും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആ ഒരു ആക്രമണം ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് രാജ്യം ഒരുമിച്ച് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളതും അത് രാജ്യത്തെ ആഭ്യന്തരമായി അത് കലാപത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്കോ ഒരു അൺറസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറും എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യമുണ്ടായ ഒരു BJPയുടെ നേതാവാണ് അദ്ദേഹം. ആ അറ്റാക്ക് നടന്ന അന്ന് തന്നെ ഇതൊരു കാരണവശാലും ഹിന്ദു മുസ്ലിമിനെതിരായിട്ടുള്ളതല്ല, ഇത് രാജ്യത്തിനെതിരായിട്ട് നടന്ന ആക്രമണമാണെന്ന് പറയാനുള്ള നല്ല മനസ്സ് അദ്ദേഹം കാണിച്ചു. അതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പക്ഷെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആ മനസ്സില്ലാതെയായി പോകുന്നത്? എന്തുകൊണ്ടാണ് മധ്യപ്രദേശിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങൾ, ഹരിയാന ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇത് ഇന്ത്യക്കകത്ത് വർഗീയമാക്കി ചേരിതിരിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ നടന്ന ആക്രമണമാണ്, ഇത് ഒരു മതവിദ്വേഷത്തിൽ വരേണ്ട കാര്യമല്ല, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടേണ്ടതാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. നമ്മൾ കണ്ടില്ലേ, ലണ്ടനിൽ UN പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ ഈ ഹിന്ദുത്വ വർഗീയവാദികൾ, അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഹിന്ദുത്വ വർഗീയവാദികൾ അവിടെ ചെന്ന് പിടിച്ച പോസ്റ്റർ "ഐ ആം ആൻ ഇന്ത്യൻ" എന്നല്ല, "ഐ ആം എ ഹിന്ദു" എന്നുള്ളതാണ്. മറക്കരുത്. ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരെ ആക്രമണം നടന്നിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യ ഒരുമിച്ച് നിന്ന് പാകിസ്ഥാന്റെ ആക്രമണത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് പറയേണ്ട സമയത്ത് ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ ചെന്ന് "ഞങ്ങൾ ഇന്ത്യക്കാരല്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾക്കെതിരെയാണ് ആക്രമണം നടന്നു" എന്നുള്ള രീതിയിലേക്ക് ഇതിൻ്റെ പ്രചരണം പോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നേതാവ്, ഈ രാജ്യത്തിന് ഒരു ദിശാബോധം നൽകേണ്ട നരേന്ദ്രമോദി എവിടെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ കാശ്മീരിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊക്കെ ഇതിനകത്ത് വക്രീകരിച്ച് അവരെ കൂടി അക്കൗണ്ടബിൾ ആക്കാനൊക്കെ നോക്കി എന്നുള്ളത് ഞാൻ ഒരു കാര്യം കൂടി അതിൻ്റെ ഒപ്പം പറയാം. കാശ്മീരിലെ അന്നത്തെ ആ യുവാക്കൾ, ആ കാശ്മീരിലെ ജനങ്ങൾ
ആ രാത്രി ഇറങ്ങി നിന്നുകൊണ്ട് ഇത് ഞങ്ങൾക്ക് കൂടി എതിരെയുള്ള ആക്രമണമാണ്, ഇത് കശ്മീരിയത്തിനെതിരെയുള്ള ആക്രമണമാണെന്ന് പറഞ്ഞ് തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ആക്രമണത്തെ ഇന്ത്യയിൽ പാകിസ്ഥാൻ വിചാരിച്ച രീതിക്ക് കൊണ്ടുപോകാൻ ഈ സംഘപരിവാർ ശക്തികൾക്ക് കഴിയുമായിരുന്നു. അതെന്റെ ഒരു ആരോപണം തന്നെയാണ്. ആഭ്യന്തരമായി ഫലപ്രദമായിട്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള കാലുഷ്യം എന്നുള്ള നിലയിൽ പക്ഷേ ശ്രീ രാജു പിന്നാർ, ഈ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മൾ നോക്കൂ, ഇതൊരു ഇന്റർനാഷണൽ ഫ്രണ്ടിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയെ കാണാനില്ല, ഉടൽ മാത്രമുള്ള തലയില്ലാത്ത പോസ്റ്ററല്ലേ ഗയാബ് എന്ന് പറയുന്ന പോസ്റ്റർ, അത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഷെയർ ചെയ്യുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ INC കേരളയുടെ ട്വീറ്റ് 200 കിലോമീറ്റർ ഉള്ളിൽ വന്ന് സ്ട്രൈക്ക് നടത്തിയത് എങ്ങനെ എന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ആ ആക്രമണത്തിന്റെ സ്വഭാവത്തെ പോലും സസ്പീഷ്യസ് ആയി കാണുന്ന പോസ്റ്റ് പുറത്ത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഷെയർ ചെയ്യാണ്. ഇതൊരു നാഷണൽ എമർജൻസി ആണല്ലോ, അല്ലെങ്കിൽ ഒരു നാഷണൽ ആ നിലയ്ക്ക് നമ്മുടെ ദേശീയ തലത്തിലുള്ള ഒരു ക്രൈസിസിനെ നേരിടുമ്പോൾ, ഒരു നാഷണൽ ക്രൈസിസിന്റെ വേളയിൽ അതിൽ കേവല രാഷ്ട്രീയവും സങ്കുചിത രാഷ്ട്രീയവും കാണേണ്ട കാര്യമുണ്ട്. ശരിയാണ്, ഇവിടുത്തെ ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആകണം, ഇവിടുത്തെ സാമൂഹ്യ സംഘർഷങ്ങൾ ലഘൂകരിക്കാനോ ഇല്ലാതാക്കാനോ ഖണ്ഡിതമായ നിലപാടെടുക്കണം എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഒരു നാഷണൽ ക്രൈസിസിന്റെ സമയത്ത് നമ്മൾ ഓരോ വീഴ്ചകൾ എണ്ണി പറയാൻ പോവേണ്ടതുണ്ടോ? അത് അയൽവക്കക്കാർക്ക് വലിയ ആഘോഷമാണ്. അഭിലാഷ, വീഴ്ചകൾ എണ്ണി പറയുന്നല്ല, ഈ സർക്കാർ അപ്രത്യക്ഷമാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാശ്മീരിൽ ഈ സംഭവം നടന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം കാശ്മീരിലെ ഗവൺമെന്റ് അടിയന്തരമായി നിയമസഭാ സമ്മേളനം വിളിച്ചല്ലോ. അവർ നിയമസഭാ സമ്മേളനം വിളിച്ചു പാകിസ്ഥാനെതിരെ സ്കേറ്റിംഗ് അറ്റാക്ക് ഇതിൽ നടത്തിയില്ലേ? ഈ രാജ്യം ഒരുമിച്ച് നിൽക്കുന്നത് ആ കാശ്മീരിയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള സന്ദേശമല്ലേ കൊടുക്കുന്നത്? ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഈ സന്ദേശം കൊടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെ? മൻമോഹൻ സിംഗ് ബോംബെ അറ്റാക്ക് ഉണ്ടായപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്തില്ലേ? എന്താണ് ഈ രാജ്യം മുന്നോട്ട് എങ്ങനെയാണ് പോകാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വിശ്വാസം കൊടുത്തില്ലേ? എവിടെ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ പോയി പങ്കെടുത്തത് ബീഹാറിലെ പ്രചരണത്തിലല്ലേ? പിന്നെ സത്യം ചോദിക്കും. ഞാൻ ചോദിക്കുന്നത്, അവിടെ ഇത്ര 26 പേരെ ഏകദേശം അരമണിക്കൂർ 40 മിനിറ്റോളം നിന്ന് ആയുധധാരികളായിട്ടുള്ള സിവിലിയൻ ഡ്രസ്സിൽ വന്നവർ AK-47 വന്ന് ഫയർ ചെയ്തപ്പോൾ ഒന്ന് ഡിഫ്യൂസ് ചെയ്യാൻ പോട്ടെ, ഒന്ന് തിരിച്ചു വെടിവെക്കാൻ പോലും ഒരു സൈനികനില്ലാത്ത സാഹചര്യം ഉണ്ടായത് ഈ രാജ്യത്തിന്റെ സത്യമല്ലേ? അത് ഞങ്ങൾ ചോദിക്കണ്ടേ? അത് ചോദിക്കുമ്പോൾ, സത്യം ചോദിക്കുമ്പോൾ മറ്റാരെങ്കിലും അതെടുത്ത് ആ സത്യത്തെ പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ചോദിക്കുന്ന സത്യത്തിന്റെ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വിമർശനമൊക്കെ പറയുന്നുണ്ടല്ലോ, ബോംബെ അറ്റാക്ക് നടന്നപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന താജിന് മുൻപിൽ നിന്ന് വിമർശനം ഉന്നയിച്ച ആളാണ് നരേന്ദ്രമോദി, ഇല്ലേ? ഞങ്ങൾ നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തില്ല ചോദിച്ചുള്ളൂ. പക്ഷെ ശിവരാജ് സിംഗ് ചൗഹാൻ മാറിയ ഡ്രസ്സിന്റെ എണ്ണം എടുത്തുകൊണ്ട് അന്ന് രാത്രി വിമർശനം ഉന്നയിച്ച പാർട്ടിയാണ് BJP. നിങ്ങൾ ആരെയാണ് ഈ പഠിപ്പിക്കാൻ വരുന്നത്? അന്ന് ശിവരാജ് പാട്ടീലിന്റെ രാജി ഇവർ ആവശ്യപ്പെട്ടത്. ശിവരാജ് പാട്ടീൽ പിന്നീട് രാജിവെച്ചു, മഹാരാഷ്ട്രയിലെ ആഭ്യന്തരമന്ത്രി പിന്നീട് രാജിവെച്ചു, ഇല്ലേ? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി കാണിച്ചു. ഞങ്ങൾ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടില്ലല്ലോ, ഞങ്ങൾ ഈ രാജ്യത്ത് മറ്റൊരാളുടെയും രാജി ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ലല്ലോ. ഞങ്ങൾ ചോദിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കാൻ ഉള്ള നടപടികൾ എന്ത്? എനിക്കറിയില്ല, എനിക്കതിന് ടെക്നിക്കൽ സൈഡിലേക്ക് പോകില്ല. ഒരുപക്ഷെ മേജർ രവി അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കും. പക്ഷേ ഇന്ന് 8 ദിവസം കഴിയുമ്പോൾ പോലും നമ്മളൊരു യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ പോലും ഈ കാശ്മീരിലേക്ക് 1,80,000 സൈനികരെ വെട്ടിച്ചുരുക്കിയത് JD പക്ഷി പറഞ്ഞ അഭിപ്രായം നിലനിൽക്കുമ്പോൾ അങ്ങോട്ടേക്കൊരു ഫോഴ്സ് മൂവ് ചെയ്യുന്നതിന്റെ വാർത്ത പോലും നമുക്കറിയില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാന്റെ ഫോഴ്സ് അവിടെ കൂട്ടുകയാണ്. എനിക്കറിയില്ല, അറിയാതെ നടക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഞാൻ ഗൂഗിളിൽ പരന്നു നോക്കി, സൈന്യത്തിന്റെ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഉണ്ടായിട്ടില്ല.